ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി കപ്പ് കേക്കാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ സാധാരണ പേപ്പർ കപ്പില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന, നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കപ്പ് കേക്ക്. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മൾ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ അരിച്ച് എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം നന്നായി മിക്സ് ആവാനും പിന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും കേട്ടോ. നന്നായി അരിച്ചെടുക്കാം. അപ്പം കറക്റ്റായിട്ട് അത് മിക്സ് ആവും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ട പഞ്ചസാര ഇട്ടിട്ട്, അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും 2 മുട്ടയും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് മറ്റൊരു ബൗളെടുത്തിട്ട് മുട്ട ബീറ്റ് ചെയ്യാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാനുണ്ട്. 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. രണ്ട് മുട്ട പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് നമ്മൾ ശരിയായുള്ള പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരണം. ഈ മുട്ട നമ്മൾ എടുത്തിരിക്കുന്ന മുട്ട നന്നായി സ്പൂൺ വെച്ച് നന്നായി അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ബീറ്ററോ ഫോർക്കോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി അടിച്ചു കൊടുക്കണമെന്ന് മാത്രം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് ഇട്ടെടുത്ത് അടിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. ഇങ്ങനെ എല്ലാ പഞ്ചസാരയും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാതും ബാക്കിയുള്ള പഞ്ചസാരയും എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് നന്നായി അടിച്ചെടുക്കണം. ഞാൻ നന്നായിട്ട് കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം പാൽ ഒഴിക്കണം കേട്ടോ. 1/2 കപ്പ് പാല് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇതും നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കാം. ഓയിലില്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1/2 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയൊക്കെ ഇല്ലേ, അത് ഇട്ട് കൊടുക്കണം നന്നായി. ഇത് ഞാനിപ്പോൾ ചെറിയ ബൗളായിപ്പോയി. വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം വാനില എസൻസ് കൂടി ചേർക്കാനുണ്ട്. ഈ മുട്ടയുടെയൊക്കെ ഒരു മണം മാറി കിട്ടാനായിട്ട് ഇതിലേക്ക് വാനില എസൻസ് ഒരു സ്പൂൺ ചേർക്കാം. ഒരു സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഈ മൈദമാവൊക്കെ നമുക്കിതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കും. ഒരുമിച്ച് ഇടരുത്. കുറേശ്ശെ ആയിട്ട് എടുത്ത് ചെയ്ത മൈദമാവില്ലേ, അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ നന്നായി കുറേശ്ശെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. നന്നായി മിക്സ് ആവണം കണ്ടോ.
ഇതേ ടെക്സ്ചറിൽ വരണം. ഒരു തരി പോലും ഇല്ലാതെ മൈദയും എല്ലാം ഇതിൽ നന്നായിട്ട് കട്ട കുത്തി കിടക്കരുത്. അതുവരെ നിങ്ങൾ നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായി ഇളക്കി യോജിപ്പിക്കണം. കണ്ടത് ശരിയായിട്ടുണ്ട്, കട്ടകളൊന്നുമില്ല. കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഈ ബാറ്റർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ പേപ്പർ കപ്പില്ലേ വാങ്ങിക്കാൻ കിട്ടും, അതിലാണ് നമ്മൾ ഇന്ന് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പ്ലാസ്റ്റിക് കപ്പ്, ഇങ്ങനത്തെ കപ്പില്ലേ പേപ്പർ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു കപ്പിൻ്റെ പകുതി പാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ്. ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ. കണ്ടോ, ഇത് വെക്കുന്നതിന് മുന്നേ ഒന്ന് തട്ടി കൊടുക്കണേ. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ പാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരു ഏതെങ്കിലും പാത്രമായാലും മതി. അതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തീ കത്തിച്ചിട്ട് ഈ ഉപ്പൊന്ന് ചൂടായി കിട്ടണം. അങ്ങനെ മൂടി വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് പാത്രം ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണേ. കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെ പഴയ വല്ല പാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതിനായിട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഉപ്പ് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം, ചെറിയ സ്റ്റാൻഡ്. അങ്ങനത്തെ സ്റ്റാൻഡ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ചെറിയ സ്റ്റീലിൻ്റെയോ പിഞ്ഞാണോ അങ്ങനെ ചെറിയ പ്ലേറ്റ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് കപ്പ് കേക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് കപ്പ് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എയർ ബബിൾസ് ഒന്നും പോവില്ല. ഒന്ന് ചെറുതായി തട്ടിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒരു ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നന്നായി കുറയ്ക്കണം. എന്നിട്ട് ഒരു 45 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് സ്റ്റിക്ക് എടുത്തിട്ട് കുത്തി നോക്കുകയാണ് കേട്ടോ. കണ്ടോ, പിടിക്കണമൊന്നുമില്ല. അപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ കപ്പിൽ നിന്ന് ഇത് മാറ്റാം. നമ്മുടെ കപ്പ് കേക്ക് ഞാൻ ഒരെണ്ണം മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടിവശം കണ്ടോ, അങ്ങനെ ഓരോ കപ്പും അങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ടേ അങ്ങനെ ചീന്തി പതുക്കെ എടുത്താൽ മതി കേട്ടോ. നല്ല കപ്പ് കേക്ക്, നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല കേക്കാട്ടോ. നന്നായി ഉള്ളൊക്കെ നന്നായി വെന്തുണ്ട് കണ്ടോ. അടിവശമൊക്കെ നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട്, സൈഡൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പ് കേക്ക് ഇതെല്ലാം പിന്നെ മാറ്റണം. ഇതിന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. 4 കപ്പ് കേക്കും ഞാൻ മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ, അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ അതിന്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്, 45 മിനിറ്റ് ഉണ്ടായാൽ മതി നല്ലൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്ക് കൊടുക്കാനും നിങ്ങൾക്ക് കഴിക്കാനും ഒക്കെ നല്ല സ്വാദുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. കേക്ക് ഉണ്ടാക്കി നോക്കും വേണം, കമൻറ്റ് അയക്കണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.